ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഹലോ, കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? കാണാം സർ. ശരി. ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്, ഇപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ടെന്നും അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെന്നും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെന്നും എന്താണെന്നുള്ള ബ്ലോഗ് ഡയഗ്രം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആ ഫീഡ്ബാക്കിന് നമ്മുടെ ഒരു ആംപ്ലിഫയറിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഗെയിനിനകത്ത് എന്തൊക്കെയാണ് എഫക്റ്റ് ഒരു ഫീഡ്ബാക്ക് കാരണം നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും എല്ലാ തവണയും ചോദിക്കുന്നതാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രം വരച്ച് നമുക്ക് തുടങ്ങാം. എൻ്റെ ഒരു ആംപ്ലിഫയർ, എൻ്റെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, അതായത് ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ ഉണ്ട്, അതിൻ്റെ ഗെയിൻ ഉണ്ട്, പിന്നെ ഇതുണ്ട്. ഇതിലേക്ക് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വി ഔട്ട്. ഈ കൊടുക്കുന്നതാണ് എൻ്റെ ഇൻപുട്ട്. ഞാൻ അതിന് കൊടുക്കുന്നത് എൻ്റെ സിഗ്നൽ ഇൻപുട്ടിന് വി എസ് എന്നാണ് കൊടുക്കുന്നത്. ഇത് കൊടുത്തു. ഇനി ഫീഡ്ബാക്ക് എടുക്കുന്നത് എങ്ങനെയാണ്? ഇനി ഇവിടുന്ന് ഫീഡ്ബാക്ക് എടുക്കുക. എനിക്ക് ഇവിടെ എന്താ ഉണ്ട്, ഒരു മിക്സർ സർക്യൂട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ സാമ്പിളർ ഉണ്ട്, ഇവിടെ മിക്സർ ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളൊരു ഫീഡ്ബാക്ക് പോർഷൻ കണക്ട് ചെയ്യും. അതിനെടുത്ത് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യും, നമ്മുടെ മിക്സറിനകത്തോട്ട് കൊടുക്കും. എന്നിട്ടല്ലേ നമുക്ക് ഇൻപുട്ടായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കൊടുക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഡയഗ്രാം. ഇതിൽ ഞാനിപ്പോൾ മിക്സറിൻ്റെ അവിടെ എന്താ ചെയ്യുന്നതെന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ ഒന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് തുടങ്ങുന്നത് ഫസ്റ്റ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് നോക്കാം. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കൺസിഡറേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്, ഒരു സിസ്റ്റം എനിക്കുണ്ട്. എൻ്റെ ആംപ്ലിഫയർ, ഇത് മൊത്തത്തിലാണ് ആംപ്ലിഫയർ. ആ ആംപ്ലിഫയറിനകത്ത് മെയിൻ ആംപ്ലിഫയർ ബ്ലോക്ക് ചെയ്തും ഫീഡ്ബാക്ക് ബ്ലോക്ക് ചെയ്തുവാ കൊടുക്കുന്ന സിഗ്നൽ വി എസ്. ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് വി ഐ ആണെന്ന് വിചാരിക്കുക. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വി ഐ, എൻ്റെ ഓൾ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് വി എസ്, ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വി ഒ. എൻ്റെ ഫീഡ്ബാക്ക് ബ്ലോക്കിൻ്റെ ഇതാണ് എൻ്റെ ആംപ്ലിഫയർ, ഇതാണ് എൻ്റെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇതാണ് എൻ്റെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഇതിൻ്റെ ഈ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ആണ് എ. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഗെയിൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് ബീറ്റ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതെൻ്റെ സിഗ്നൽ വോൾട്ടേജ്, ഇതെൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, ഇത് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്ന, അതായത് ഫീഡ്ബാക്ക് ഫാക്ടറിൻ്റെ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ബ്ലോക്കിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ. അതാണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അത് ഞാൻ വി എഫ് എന്നും അടയാളപ്പെടുത്തി. ഈ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ പഠിച്ചിരുത്തേ പറ്റുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ എല്ലാത്തിനെയും കാര്യം പറയുന്നത്. ഓക്കെ, അപ്പം എനിക്കറിയേണ്ടത് യൂഷ്വലി ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ, എൻ്റെ ആംപ്ലിഫയർ മാത്രമാണെങ്കിൽ എൻ്റെ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എ എന്ന് പറയുന്നത് എന്തുവാ, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വി ഒ ഡിവൈഡ് ബൈ വി എസ്. സിമ്പിൾ, ഒരു വ്യത്യാസവും ഇല്ല. വി ഒ ഡിവൈഡ് ബൈ വി എസ്. വി എഫ് ഇല്ല, വി എ ഇല്ല, സെപ്പറേറ്റ് ഒന്നുമില്ല. ഇൻപുട്ട് കൊടുക്കുന്നു, ഗെയിൻ ഉണ്ട്, അത്രയും ടൈംസ് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. സിമ്പിൾ ആണ്, ഫീഡ്ബാക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് കാരണം എന്താണ് എഫക്റ്റ് ഈ ഗെയിനിനകത്ത് വരുന്നത്, ഓവറോൾ ഗെയിനിൽ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. ഫീഡ്ബാക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മളതിന് വിളിക്കുന്നത് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്നും, ഫീഡ്ബാക്ക് ഇല്ലാത്ത ഗെയിനിനെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നോ സാധാരണ വിളിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൂടെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ ഗെയിനിൽ വരുന്ന മാറ്റം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അത് നമുക്ക് രണ്ട് ടൈപ്പ് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെഗറ്റീവ്, വിച്ച് മീൻസ് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന സാധനം ഏതുമായിട്ട് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും, ഞാൻ കൊടുക്കുന്ന സിഗ്നലുമായിട്ട് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും എവിടേക്ക് പോകുന്നത്, ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നത്. ഇതാണ് ഞാൻ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇൻപുട്ടിലുള്ളത് എൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എന്താണ് ഡിഫറൻസ് ആയിരിക്കും എവിടേക്ക് പോകുന്നത്, വി. അതാ വി എസ് മൈനസ് വി എഫ് എന്ന് പറയുന്ന സാധനമായിരിക്കും എൻ്റെ വി ഐ. മനസ്സിലായോ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നെങ്കിലോ രണ്ടും സെയിം ഫേസ് വന്നേനെ എന്ന് പറഞ്ഞാൽ ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്, വിച്ച് മീൻസ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നതായിരിക്കും ഈ കൊടുക്കുന്ന ഇൻപുട്ടും വരുന്ന ഫീഡ്ബാക്കിൻ്റെയും കൂടെ സം ആയിരിക്കും എങ്ങോട്ട് പോകുന്നത്, വി ഐയിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നെങ്കിൽ വി ഐ ഇക്വേഷൻ എന്തുവാ, വി എസ് പ്ലസ് വി എഫ് ആയനെ. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞിത്രേ ഉള്ളൂ. നമ്മളിത് ഓരോന്നിൻ്റെ കേസിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ആണെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എന്തോ സംഭവിക്കുന്ന അറിയണം. അതിന് ആദ്യം നമുക്ക് കുറച്ച് ഇക്വേഷൻസ് എഴുതാം. ഫസ്റ്റ് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ, നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഒ. എനിക്ക് വി ഒയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, എ ആണ് എൻ്റെ ആംപ്ലിഫയറിൻ്റെ ഗെയിന്,
ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് വി ഐ ആ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് ഇൻറ്റു ഗെയിൻ. അതായത് ഗെയിൻ ടൈംസ് ഇൻപുട്ട് ആണ് നമ്മുടെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ വി ഒക്ക് എനിക്ക് എങ്ങനെ എഴുതാം? എ ആംപ്ലിഫയർ ഗെയിൻ ഇൻറ്റു വി ഐ, എ ഇൻറ്റു വി ഐ എഴുതാമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനൊരു ഇക്വേഷൻ വേണമെന്ന് കൊടുത്ത്, നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചോ, കിടക്കട്ടെ. അതേപോലെ തന്നെ ഈ ബ്ലോക്കിന്റെ ഔട്ട്പുട്ടിന്റെ കേസ് എടുത്ത് നോക്കുക. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് എന്തുവാണ്? വി എഫ്. എൻ്റെ ഫീഡ്ബാക്ക് വോൾട്ടേജ് വി എഫ്. വി എഫിന്റെ ഇക്വേഷൻ എന്തുവാ? വി എഫിലേക്ക് വരുന്ന, അല്ലെങ്കിൽ വി എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടാണ്. അതിന്റെ ഗെയിൻ എന്തുവാണ്? ബീറ്റ. അതിലേക്ക് വരുന്ന ഇൻപുട്ട് ഏതാ? ഈ വി സീറോയാ. അപ്പോൾ വി സീറോ ടൈംസ് വി സീറോയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ബീറ്റ, ഈ ബ്ലോക്കിന്റെ ഗെയിൻ ആയ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടറായ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണോ അതായിരിക്കും ഇവിടെ വരുന്നത് വി എഫ്. അങ്ങനെയാണ് എനിക്ക് വി എഫ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? വി എഫ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു വി ഒ. മനസ്സിലായോ? അതാണ് എൻ്റെ ഇക്വേഷൻ 2. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ എന്താണ് വി ഐ, നമ്മുടെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിന്റെ ഇക്വേഷൻ വി ഐ എന്തുവാണ്? ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് വി എസും വി എഫും, ഈ വരുന്ന വി എഫും ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും വി ഐയിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ വി ഐ ഇസ് ഈക്വൽ ടു വി എസ്, സിഗ്നൽ ഇൻപുട്ട് വി എസ് മൈനസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് വി എഫ്. മനസ്സിലായോ? ഇതാണ് ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡെറിവേഷൻ എളുപ്പമാണ്. മനസ്സിലായോ? ഇനി അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കിട്ടിയ സാധനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വി ഒ നമുക്കറിയാം, വി ഔട്ട് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഐ. വി ഐ എന്തുവാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, എന്തുവാ? വി എസ് മൈനസ് വി എഫ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്, ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഇരിക്കും? എ ഇൻറ്റു വി ഐ എന്ന് പറഞ്ഞാൽ എന്തുവാ? വി എസ് മൈനസ് വി എഫ് ഇട്ടു. ഇതിനകത്തെ ഈ വി എഫും നമുക്കറിയാം ബീറ്റ ടൈംസ് വി ഒ യാ. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻ വേണം നിങ്ങൾ 4 എന്ന് വിളിച്ചു. ഈ ഫോർത്ത് ഇക്വേഷനിലേക്ക് നിങ്ങൾ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ കിട്ടും? വി ഒ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി എസ് മൈനസ് വി എഫ് എന്തുവാ? ബീറ്റ ടൈംസ് വി ഒ. ഇങ്ങനെ കിട്ടുമോ? അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, എന്ത് കിട്ടും? എ ഇൻറ്റു വി എസ് മൈനസ് എ ബീറ്റ വി ഒ കിട്ടുമല്ലോ. എന്തുവാ? വി ഒ ഇസ് ഈക്വൽ ടു ആണേ. ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എനിക്ക് വി ഒയുടെ ടേംസ് എല്ലാം ഒരിടത്ത് വരുന്ന രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു. എങ്ങനെ കിട്ടും? വി ഒ, ഈ മൈനസ് എ ബീറ്റ വി ഒ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ കിട്ടും? പ്ലസ് എ ബീറ്റ വി ഒ ഇപ്പുറത്ത് വന്നപ്പോൾ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി എസ്. ഈ ലെഫ്റ്റ് സൈഡിൽ എന്താണ് കോമൺ? വി ഒ രണ്ട് ഇക്വേഷനിനകത്തും ഉണ്ട്. അപ്പോൾ ഞാൻ വി ഒ കോമൺ എടുക്കുവാണെങ്കിൽ എങ്ങനെ കിട്ടും? 1 പ്ലസ് എ ബീറ്റ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി എസ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? വി ഒ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി എസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഫീഡ്ബാക്ക് സിസ്റ്റം കൂടെ ഉള്ള എൻ്റെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വി ഒ ബൈ വി എസ് ആണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് കിട്ടി ഇതിനകത്തു നിന്ന് ഇതിനെ വി ഒ ബൈ വി എസ് എന്നുള്ള ടേമിലേക്ക് എടുക്കുവാണെങ്കിൽ എത്തിക്കും. ഈ വി എസിനെ ഞാൻ ഇപ്പത്തോടും കൊണ്ടുവരണം, ഇതിൻ്റെ കൂടെയുള്ള ടേമിനെ അപ്പുറത്തോടും കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്? വി ഒ ഡിവൈഡ് ബൈ വി എസ്, ഈ വി എസിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഈസ് ഈക്വൽ ടു 1 പ്ലസ് എ ബീറ്റ എന്ന് പറഞ്ഞ ടേമിനെ അപ്പുറത്തോട്ടും കൊണ്ടുപോയി. അപ്പോൾ എന്താ കിട്ടി? എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. വി ഒ ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. ഇതാണ് നിങ്ങളുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ ഉള്ള ഗെയിനിന്റെ റിലേഷൻ. വി ഒ ഡിവൈഡ് ബൈ ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? ഹലോ, ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ഈ ഇത്ര സാധനം ഞാൻ എഴുതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എന്തോ മനസ്സിലാക്കാം നമുക്ക്. ഈ ബീറ്റ എന്ന് പറയുന്നതാണ് എൻ്റെ ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്ന സാധനം. ഈ ഫീഡ്ബാക്ക് ഫാക്ടറൂടെ കൊടുത്തപ്പോൾ ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ വാല്യൂ അനുസരിച്ച്, ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ ഈ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുവോ? ഈ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് എ ബീറ്റയുടെ വാല്യൂ കൂടും. എ ബീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് 1 പ്ലസ് എ ബീറ്റയുടെ വാല്യൂ കൂടും. ചുരുക്കം പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുവോ കൂടത്തില്ലയോ? കൂടും.
ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഈ ടേം എന്തോ ചെയ്യും? കാരണം ഇത് റിവേഴ്സ് യൂണിവേഴ്സൽ പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടിയാൽ ഈ ടേമിന്റെ അല്ലെങ്കിൽ ഗെയിൻ നമ്മൾ ക്ലോസ് ലൂപ്പ് ഗെയിനിന്റെ വാല്യൂ എന്തോ ചെയ്യും? കൂടുവോ കുറയോ? കുറയും. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ 1 + a ബീറ്റ എന്ന ഡിനോമിനേറ്റർ കൂടും. അപ്പൊ എന്തോ കുറയും? എന്തോ കുറയും? എന്തോ കുറയും? നമ്മുടെ സിസ്റ്റത്തിന്റെ ഗെയിന് കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ റിലേഷൻ അല്ലെങ്കിൽ ഗെയിൻ്റെ ഇക്വേഷൻ എന്തുവാ? a/1 + a ബീറ്റ ആണ്. എ ബീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ബീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് എ ബീറ്റയുടെ വാല്യൂ കൂടും, 1 + a ബീറ്റയുടെ വാല്യൂ കൂടും. ഡിനോമിനേറ്റർ കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദ വാല്യൂ ഓഫ് ഗെയിൻ VO/VS വിൽ ബി ഡിക്രീസ്ഡ്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ ഗെയിൻ കുറയും. പക്ഷെ നമുക്ക് വേറെ കുറെ ഗുണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ നമുക്ക് സ്റ്റെബിലിറ്റി കൂടും, ഇതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഡിസ്റ്റോർഷൻ കുറയും, ഇതെല്ലാം നോയ്സ് കുറയും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഗെയിനും അതുപോലെ തന്നെ കുറയും. പക്ഷെ നമുക്ക് ഗെയിൻ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ കാസ്കേഡിംഗ് ഒക്കെ വെച്ച് നമുക്ക് ഗെയിൻ കൂട്ടാം. പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇതിന്റെ ഗെയിൻ്റെ വാല്യൂ കുറയും. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യത്തില്? ഇല്ല സർ. അങ്ങനാണെങ്കിൽ ഈ സെയിം സാധനത്തിന്റെ നമ്മളിവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ നെഗറ്റീവിന് വരെ എന്താ വന്നേനെ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവിന് വരെ എന്താ വന്നേനെ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവിന് വരെ, ഈ നെഗറ്റീവിന് വരെ എന്താ വന്നേനെ? ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്താ വന്നേനെ? പോസിറ്റീവ് വന്നേനെ. ശരിയല്ലേ? അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനകത്ത് എന്തോ വ്യത്യാസം വരും? VA = VS എന്താ വന്നേനെ? പ്ലസ് വന്നേനെ. ആ ഒരൊറ്റ ചേഞ്ചേ നമ്മുടെ ഇക്വേഷനിൽ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ആ ഒരൊറ്റ കാര്യം നമുക്ക് വരുള്ളൂ, ഇതിനകത്ത് വ്യത്യാസം വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് VIയുടെ ഇക്വേഷൻ എന്തുവാ? നമ്മുടെ ഗെയിൻ A × VI. നമ്മുടെ ഫീഡ്ബാക്ക് VFന്റെ ഇക്വേഷൻ എന്തുവാ? ബീറ്റ ടൈംസ് VO. നമ്മുടെ നമ്മുടെ ഇൻപുട്ട് VIയുടെ ഇതെന്തുവാ? VS - VF ആയിരുന്നു നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ. ഇവിടെ നമുക്ക് എന്ത് വരും? VS + VF. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുക, വ്യത്യാസമൊന്നുമില്ല. VIയുടെ വാല്യൂ എനിക്കറിയാം, അല്ലേ? എനിക്ക് ഇക്വേഷൻ എനിക്കറിയാം. VS + VF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Vout = A × VS + VF വരും. നേരത്തെ VS - VF ആയിരുന്നു മുമ്പേ, ഇപ്പോൾ VS + VF വരും. VFന്റെ വാല്യൂ എനിക്കറിയാം, ബീറ്റ ടൈംസ് VO. വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A × VS + ബീറ്റ ടൈംസ് VO. അതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തോ കിട്ടും? A × VS + A × ബീറ്റ ടൈംസ് VO എന്ന് കിട്ടുന്നു. ഞാൻ ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ എന്താണ് ഇത് VO = VOയുടെ ടൈംസ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. ഇവിടെ +A ബീറ്റ VO ആണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് എന്താ കിട്ടും? VO - A ബീറ്റ VO കിട്ടി = A × VS. ഇതിൽ നിന്ന് ഞാൻ Vout കോമൺ എടുക്കുന്നു. VO = 1 × 1 - A ബീറ്റ = A × VS എന്ന് എഴുതുന്നു. ഞാൻ ഇതിനെ VO/VS എന്നുള്ള ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. അപ്പം എന്താ കിട്ടി? VO/VS = A/1 - A ബീറ്റ എന്ന് കിട്ടുന്നു. നേരത്തെ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ നമുക്ക് എന്താ കിട്ടിയായിരുന്നു? A/1 + A ബീറ്റ കിട്ടിയായിരുന്നു. ഇപ്പം നമുക്ക് VO/VS ഗെയിൻ, VO/VS ക്ലോസ് ലൂപ്പ്, നമുക്ക് ഫീഡ്ബാക്ക് ഉള്ളതല്ലേ, ക്ലോസ് ലൂപ്പ് ഗെയിൻ = VO/VS Vout/VS = A/1 - A ബീറ്റ എന്ന് വന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ബീറ്റയുടെ വാല്യൂ, ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് 1 - A ബീറ്റ എന്നുള്ള വാല്യൂ എന്തോ ചെയ്യും? ബീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് A ബീറ്റയുടെ വാല്യൂ കൂടും. പക്ഷെ അപ്പോൾ 1 - A ബീറ്റയുടെ വാല്യൂ എന്തോ ചെയ്യും? കുറയും. അപ്പൊ ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കുറഞ്ഞാൽ ഗെയിനിന്റെ വാല്യൂ എന്തോ ചെയ്യും? കൂടും. മനസ്സിലായോ? അപ്പോ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് ഫാക്ടർ 1 - A ബീറ്റ എന്നുള്ള ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ കാര്യം കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തോ കൂടും? ഗെയിൻ എന്ന് പറയുന്ന സാധനം ഇൻക്രീസ് ആവും. ഈ ഇൻക്രീസ് ആവുന്നതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറയും, ഭയങ്കരമായിട്ട് ഡിസ്റ്റോർഷൻ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗെയിൻ കൂടുന്നുണ്ട്,
പക്ഷെ ബാക്കി കുറേ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഉള്ള പോസിറ്റീവ് ഫീഡ്ബാക്കിനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പോസിറ്റീവ് ഫീഡ്ബാക്കിനെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയായിരുന്നു? ഓസിലേറ്റേഴ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ എപ്പോഴും എവിടെ ഉപയോഗിക്കുന്നത്? ആംപ്ലിഫയേഴ്സിൽ ഉപയോഗിക്കുന്നത്. കാരണം അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗെയിൻ കുറവാണെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള ഗെയിനും ഡിസ്റ്റോർഷൻ ഇല്ലാതെയും നോയ്സ് ഇല്ലാതെയും കിട്ടും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ഗെയിൻ നല്ലപോലെ നമുക്ക് കൂടും, പക്ഷേ സ്റ്റെബിലിറ്റി കുറവായിരിക്കും, നോയ്സ് കൂടുതലായിരിക്കും, ഡിസ്റ്റോർഷൻ കൂടുതലായും കുറേ പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി? ഇങ്ങനെയാണ് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ഓൺ ആൻ ആംപ്ലിഫയർ ഓൺ ഇറ്റ്സ് ഗെയിൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസ് എങ്ങനെയാണ്, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിന് എങ്ങനെയാണെന്നുള്ള ഇക്വേഷനും ഈ ഡെറിവേഷനും അറിഞ്ഞിരിക്കണം. അതിന്റെ വന്ന രീതിയും അത് ഓരോ തവണ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ എങ്ങനെയാണ് ഗെയിൻ കുറയുന്നത്, പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ എങ്ങനെയാണ് ഗെയിൻ കൂടുന്നത്, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ? മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ആയി സർ. ശരി, ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തില്? ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ ഈ കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ പെർഫോമൻസിനകത്ത് വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ആംപ്ലിഫയറിന്റെ ഗെയിൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗെയിൻ കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റെബിലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ആംപ്ലിഫയറിനകത്ത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്ത് കഴിയുമ്പോൾ ആ ഫീഡ്ബാക്ക് കാരണം നമുക്കൊരു സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ കേസ് അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ഓൺ എഴുതാം, എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ഓൺ സ്റ്റെബിലിറ്റി ഇൻ ഗെയിൻ. ഗെയിനിന്റെ സ്റ്റെബിലിറ്റിക്കകത്ത് എങ്ങനെയാണ് എഫക്റ്റ് എന്നുള്ള നമുക്ക് ഇപ്പം നമ്മൾ ഈ പറയുന്നതെല്ലാം നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ആംപ്ലിഫയറിന്റെ കേസ് നമ്മൾ പറയുന്ന എല്ലാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഈ പറയുന്നത് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ മെയിൻലി പറയുന്ന എല്ലാം ഓസിലേറ്ററിനെ പറയുള്ളൂ. ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കാറില്ല. ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ടൊരു ഗെയിൻ കിട്ടുക അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എങ്ങനെ കൂടുന്നുള്ള കാര്യം. ഇനി പറഞ്ഞെല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. അപ്പം അതിന് നമ്മൾ പറയുന്ന പേര് AF എന്ന, അതായത് ഗെയിൻ എ വിത്ത് ഫീഡ്ബാക്ക്. അതിന് എന്തിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ എഫ് ഇട്ടതിന്റെ മീനിങ് എന്തുവാ? ആ ഗെയിന് ആ സാധനം വിത്ത് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് AF. സാധാരണ ഗെയിന് നമ്മൾ എ എന്നിടുമെങ്കിൽ ഗെയിൻ വിത്ത് ഫീഡ്ബാക്കിന് AF എന്നിടും. ഇപ്പം നമ്മൾ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AFന് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്തുവാ? നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്തുവാ? A/1 + A β. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഡൗട്ട് ഒന്നുമില്ലേ? ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് ഡെറിവൈവ് ചെയ്തേ ഉള്ളൂ. അല്ലെങ്കിൽ VO/VS, VOut/VS എന്ന് പറഞ്ഞ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AF ഈസ് ഈക്വൽ ടു, അതിന് പറയുന്ന പേര് AF ഈസ് ഈക്വൽ ടു A/1 + A β. ഇതെന്ന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1 + A βയുടെ വാല്യൂ നമ്മളിപ്പം ചെയ്തു വരുമ്പോൾ നമ്മൾ പല എക്സ്പെരിമെന്റ് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് ഈ 1 + A βയുടെ ഒരു ടേമിനകത്ത് വരുന്ന ഈ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂവോ അല്ലെങ്കിൽ A βയുടെ വാല്യൂ വിൽ ഓൾവേസ് ബി വെരി വെരി ഹയർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒരു രീതി പറയാം, A ബീറ്റയുടെ വാല്യൂ വിൽ ബി വെരി വെരി ഹയർ വെൻ കമ്പയർഡ് ടു 1. ഈ ടേമിനകത്ത് തന്നെ A ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലെങ്കിലും വലിയ വ്യത്യാസം. ഇതിപ്പോൾ ഒരു 10,000 ആണെങ്കിൽ 10,000-ത്തിനൂടെ 1 ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലെങ്കിലും 10,000 1 ഒരു ചെറിയ ഡിഫറൻസ് അല്ലേ മേക്ക് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സിൻസ് A ബീറ്റ അല്ലെങ്കിൽ 1 + A ബീറ്റ ഈസ് വെരി 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 ലാർജർ ദാൻ 1, നമുക്ക് വേണമെങ്കിൽ എന്തിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും? ഈ 1നെ നെഗ്ലക്ട് ചെയ്ത് കളയാം. വിച്ച് മീൻസ് നമുക്ക് എങ്ങനെ റീറൈറ്റ് വേണമെങ്കിൽ ശരിക്കും ഇക്വേഷൻ ഇതാണ്. നമുക്ക് വി ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ ആസ് AF ഈസ് ഈക്വൽ ടു A/1നെ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ട്? A ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്തെഴുതാം? AF ഈസ് ഈക്വൽ ടു 1/β. ഇങ്ങനെ വേണം നമുക്ക് എഴുതാം. അതായത് സിൻസ് എന്തുകൊണ്ട് മാത്രമാണ്? സിൻസ് A ബീറ്റ ഈസ് വെരി വെരി ലാർജർ ദാൻ 1 അല്ലെങ്കിൽ 1 + A ബീറ്റ ഈസ് വെരി വെരി ലാർജർ ദാൻ 1, വി ക്യാൻ നെഗ്ലക്ട് ദി 1 അല്ലെങ്കിൽ 1 + A ബീറ്റ എന്ന് പറഞ്ഞത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു A ബീറ്റ എന്ന് തന്നെ പറയാം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് A/A ബീറ്റ എന്നുള്ളതിനകത്ത് എയും കളഞ്ഞിട്ട് 1/β അത് വേണമെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് ഗെയിനിനെ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? നമ്മുടെ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ വിത്ത് ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ ഗെയിൻ ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫീഡ്ബാക്ക് ഫാക്ടർ. അതല്ലേ ഇതിന്റെ മീനിങ്. ദി ആംപ്ലിഫയർ അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് ഉള്ള ക്ലോസ് ലൂപ്പ് ഗെയിൻ AF എന്ന് പറയുന്നത് ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ബീറ്റ വിച്ച് ഈസ് ദി ഫീഡ്ബാക്ക് ഫാക്ടർ.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലെ ഫീഡ്ബാക്ക് ഫാക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഗെയിൻ ഇരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുവാണെങ്കിൽ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമ്മൾ നേരത്തെ വരച്ചില്ലേ, ബ്ലോക്ക് വരച്ചില്ലേ, ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് യൂഷ്വലി നമ്മൾ ഫോം ചെയ്യുന്നത് യൂസിങ് പാസീവ് കമ്പോണൻസ് ആണ്. നമ്മൾ ആക്റ്റീവ് കമ്പോണൻസും പാസീവ് കമ്പോണൻസും നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിച്ച ബേസിക് ഇലക്ട്രോണിക്സ് നിങ്ങൾ പഠിച്ചാണ്. ആക്റ്റീവ് കമ്പോണൻസ് ഉണ്ട്, പാസീവ് കമ്പോണൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ, അതായത് കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ സാധനങ്ങളെല്ലാം പാസീവ് കമ്പോണൻസ് ആണ്. ഈ പാസീവ് കമ്പോണൻസ് ആണ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബീറ്റ എന്ന് പറയുന്ന സാധനം എന്തിൻ്റെയൊക്കെ എഫക്റ്റ് ആയിരിക്കും? പാസീവ് കമ്പോണൻസ് ഉപയോഗിച്ചുള്ള നെറ്റ്വർക്കിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പാസീവ് കമ്പോണൻസിന്റെ ഗുണമുണ്ട്, അത് ടെമ്പറേച്ചർ അനുസരിച്ച് മാറത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ പല പല നമ്മുടെ സറൗണ്ടിങ്സിനനുസരിച്ച് മാറത്തില്ല, അതിനെല്ലാം കുറെ കൂടെ റെസിസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബീറ്റ എന്ന് പറയുന്ന ഫാക്ടർ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി പാസീവ് കമ്പോണൻസ് യൂസ് ടു മേക്ക് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ ബീറ്റ വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും. ബീറ്റ വളരെയധികം സ്റ്റേബിൾ ആണെങ്കിൽ ബീറ്റയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഫീഡ്ബാക്ക് ഗെയിൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബീറ്റയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ബീറ്റ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിരിക്കണം. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഇത് കാരണമാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റം ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരിക്കും? നമ്മുടെ ഫീഡ്ബാക്ക് ഫാക്ടറിനെ ആയിരിക്കും. വിച്ച് മീൻസ് ഫീഡ്ബാക്ക് ഫാക്ടർ സ്റ്റേബിൾ ആണെങ്കിൽ എന്തും സ്റ്റേബിൾ ആയിരിക്കും, ഫീഡ്ബാക്ക് ഗെയിനും സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് ഉള്ള ടോട്ടൽ ഓവറോൾ ഗെയിനും സ്റ്റേബിൾ ആയിരിക്കും. ഫീഡ്ബാക്ക് ഫാക്ടർ സ്റ്റേബിൾ ആണ് കാരണം അത് എന്തുപയോഗിച്ചാണ് ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്? പാസീവ് കമ്പോണൻസ്. പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്ന സാധനം ടെമ്പറേച്ചറിനെയോ അല്ലെങ്കിൽ അതുപോലത്തെ വേരിയേഷനെയോ ഒന്നും ബാധിക്കുന്ന സാധനം അല്ലെങ്കിൽ അധികം അഫക്റ്റ് ചെയ്യുന്ന സാധനമല്ല പാസീവ് കമ്പോണൻസ്. അതുകൊണ്ട് ബീറ്റ സ്റ്റേബിൾ ആണ്. ബീറ്റ സ്റ്റേബിൾ ആയതുകൊണ്ട് എഫും സ്റ്റേബിൾ ആണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ആണെങ്കിൽ ഗെയിനും അല്ലെങ്കിൽ ആ സിസ്റ്റവും ഗെയിൻ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മനസ്സിലായോ? മനസ്സിലായോടെ? ആയി സർ. ശരി, ഒന്നറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഗെയിൻ അറിയണം, എൻ്റെ ഫീഡ്ബാക്ക് എഫക്റ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നിരണം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതുണ്ട്? ഓക്കെ, സെൻസിറ്റിവിറ്റി. ഇതിപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ഓൺ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഗെയിനിൻ്റെ സ്റ്റെബിലിറ്റിക്കകത്ത് എങ്ങനെ മാറ്റി എന്നുള്ളത്. ഇനി വേറൊരു തരത്തിൽ നമ്മളെ ബാധിക്കുന്നതെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ആണ്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിനിന് എന്തുമാത്രം ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗെയിനിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഗെയിൻ അതിപ്പോൾ കംപ്ലീറ്റ്ലി എത്ര സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാലും അത് 100% നമ്മൾ ഐഡിയൽ കേസിലല്ലേ 100% സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെയായാലും അവിടെ ഇവിടെയും ചെറിയ ചേഞ്ചസും കാര്യങ്ങളും നമുക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിലും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഇല്ലാത്തൊരു സിസ്റ്റത്തിലും ഏതിലാണ് ഗെയിനിൽ കൂടുതൽ ചേഞ്ച് വരുന്നത്? ഗെയിൻ സ്റ്റേബിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, ശരിയാണ്, സ്റ്റെബിലിറ്റി ഇതിന് കൂടുതലാണെന്ന് പറയുന്നെങ്കിലും എന്താണ് എത്രമാത്രം അതിനകത്തൊരു ചേഞ്ച് വരുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വേണേൽ പറയാം, റേഷ്യോ ഓഫ് ചേഞ്ച് എന്ന് വേണേൽ പറയാം. എത്രമാത്രം അതിന് ചേഞ്ച് വരുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റത്തിനാണോ സെൻസിറ്റിവിറ്റി കൂടുതൽ, ഫീഡ്ബാക്ക് ഇല്ലാത്ത സിസ്റ്റത്തിനാണോ സെൻസിറ്റിവിറ്റി കൂടുതൽ? നമ്മളിപ്പോൾ പറഞ്ഞത് ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റത്തിന് സെൻസിറ്റിവിറ്റി കുറവാണ്, കാരണം അതിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ചേഞ്ച് കുറവായിരിക്കത്തില്ലേ? സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ചേഞ്ച് കുറവായിരിക്കും. ചേഞ്ച് കുറവാന്ന് പറഞ്ഞാൽ മീൻസ് എന്താ? സെൻസിറ്റിവിറ്റി കുറവാണ്. അപ്പം നമുക്ക് പറയേണ്ടത്, അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയേണ്ടത്. അതായത് നമുക്ക് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഗെയിന് ഫീഡ്ബാക്ക് ഉള്ളപ്പോഴാണോ കൂടുതൽ, ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോഴാണോ കൂടുതൽ? അപ്പം നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന അനുസരിച്ച് ഫീഡ്ബാക്ക് ഉള്ളപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് കുറവും, ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് കൂടുതലുമാണ് സാധാരണഗതി വരേണ്ടത്. അത് അങ്ങനെ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് സെൻസിറ്റിവിറ്റി നമ്മൾ ആദ്യം അറിയണം, അല്ലേ? സെൻസിറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ്, നമുക്ക് റേഷ്യോ എന്ന് പറയാം, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ടു ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. അതായത് ഒരു ഫീഡ്ബാക്ക് ഉള്ള നെറ്റ്വർക്കിന്റെ ഗെയിനിലുള്ള ഫ്രാക്ഷണൽ ചേഞ്ച് ഡിവൈഡ് ബൈ ഫീഡ്ബാക്ക് ഇല്ലാത്തൊരു നെറ്റ്വർക്കിന്റെ ഫ്രാക്ഷണൽ ചേഞ്ച്. ഇത് രണ്ടിനെയുടെ റേഷ്യോയ്ക്കാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ചുരുക്കം പറയുവാണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുള്ള, നിങ്ങൾ ഡെറിവേഷൻ മറ്റേ ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ പഠിച്ചതിനകത്ത് ഡിഫറൻഷിയേഷൻ ഉണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷനാണ്, അത് തന്നെ പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഞാൻ ഡെഫിനേഷൻ ഇപ്പോൾ എഴുതുന്നില്ല, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ എന്താണ്
ഗെയിനിലുള്ള ഫ്രാക്ഷണൽ ചേഞ്ചിനെ നമുക്ക് DAF ഡിവൈഡ് ബൈ AF എന്ന് എഴുതാം. AF എന്ന് പറയാൻ കാരണം ഞാൻ ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റത്തിന്റെ ഗെയിൻ ആയതുകൊണ്ടാണ് AF എന്ന് എഴുതിയേക്കുന്നത്. അതിന്റെ ഫ്രാക്ഷണൽ ചേഞ്ച് DAF ഡിവൈഡ് ബൈ AF എന്നും. ഇനി ഇത് ഫീഡ്ബാക്ക് എന്താ പറയണേ, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ആണ് ഇത്. ഇനി ഇല്ലാത്ത ഫീഡ്ബാക്ക് ഉള്ളതിനാണ് ഞാൻ AF വിളിച്ചത്, ഫീഡ്ബാക്ക് ഇല്ലാത്തതിന് സാധാരണ A. അപ്പൊ അതിന് എനിക്ക് എങ്ങനെ ഇരിക്കാം, DA ബൈ A. ഇതാണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇല്ലാത്തൊരു സിസ്റ്റത്തിന്റെ ഗെയിനിലെ ഫ്രാക്ഷണൽ ചേഞ്ചിനെ DA ബൈ A എന്നും, ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിലെ ഗെയിനിന്റെ ഫ്രാക്ഷണൽ ചേഞ്ചിനെ DAF ബൈ AF എന്ന് എഴുതാൻ വേറെ റീസൺ ഒന്നുമില്ല. AFന് F ഫീഡ്ബാക്കിന് വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ റേഷ്യോ ആണ് സെൻസിറ്റിവിറ്റി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സെൻസിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഡിവൈഡ് ടു ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. ഇതാണ് സെൻസിറ്റിവിറ്റി. അപ്പോൾ അതിനാണെങ്കിൽ എനിക്ക് അപ്പോൾ സെൻസിറ്റിവിറ്റി ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ഇതിന് രണ്ടിനോട് റേഷ്യോ അല്ലേ, എങ്ങനെ എഴുതാം? DAF ഡിവൈഡ് ബൈ AF ഡിവൈഡഡ് ബൈ DA ബൈ A എഴുതാമോ? DAF ഡിവൈഡ് ബൈ AF ബൈ എന്തോ എഴുതാം, DA ബൈ A എന്ന് എഴുതാമോ? ഇതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി ഇക്വേഷൻ. ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു റേഷ്യോ ഉള്ള സാധനത്തിനെ ഡിവൈഡ് ബൈ അടുത്ത റേഷ്യോ ഉള്ള അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തേക്കുക. അപ്പോൾ എനിക്ക് ഇതിനെ ഒന്ന് മേലോട്ട് കൊണ്ടുവരണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനൊന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ മേളത്തുള്ളതിനെ താഴത്തുള്ളതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കിനി എങ്ങനെ എഴുതാം? DAF ഡിവൈഡ് ബൈ AF ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? A ഡിവൈഡഡ് ബൈ ഇത് എഴുതണം DA. ശരിയാണോ? ആണോ പിള്ളേരെ? ഞാൻ എഴുതുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ഞാൻ ചെയ്തില്ല, അതിൻ്റെ താഴത്തെ റെസിപ്രോക്കൽ കൊണ്ട് മറ്റേ മൾട്ടിപ്ലൈ ചെയ്തു. ചെയ്യാമോ എനിക്ക് ചെയ്യാമോ? ഹലോ, ഇതേ ഞാൻ ചെയ്യുന്നുള്ളൂ, മനസ്സിലായോ? അപ്പം ഇതിനെ ഞാനൊന്ന് ഇത് ചെയ്യുക, അതായത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു സാധനത്തിനെ എടുത്തു. അത്ര അവിടെ കിടക്കട്ടെ. DAF ഡിവൈഡ് ബൈ എന്തുവാ AF ഇത്ര സാധനം, ഇത്ര ഈ ഒരു ഇക്വേഷൻ അവിടെ കിടക്കട്ടെ. ഞാൻ ചെയ്ത സാധനങ്ങൾ ഇത്ര അവിടെ കിടക്കട്ടെ. നമുക്ക് ഇതിനൊന്ന് നമുക്ക് എഴുതിയേക്കുന്ന സാധനത്തിനെ ഇപ്പം നമുക്ക് DAF ഡിവൈഡ് ബൈ AF ഇൻറ്റു എന്താണ് പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഞാൻ ഒന്ന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുവാണ്. ഞാൻ ഇതിനൊന്ന് സോർട്ട് ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ അല്ലേ, ഞാൻ ഈ DA ഇങ്ങോട്ടും AFനെ അപ്പുറത്തോട്ടൊന്ന് മാറ്റുമെന്ന് വിചാരിച്ചു. എനിക്കൊരു സൊല്യൂഷൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. DAF ഡിവൈഡ് ബൈ DA ഇൻറ്റു A ഡിവൈഡ് ബൈ AF അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എനിക്കൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെയ്തെന്ന് വിചാരിക്കാം. ഈ ഒരു രീതിയിൽ കിടക്കട്ടെ, ഈ ഇക്വേഷൻ ഇവിടെ കിടക്കട്ടെ. ഞാൻ അതിനെ ഒന്ന് എന്താ പറയണേ, എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് ടേമിനെ മാത്രം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. DAF ഡിവൈഡ് ബൈ A അതിനെ മാത്രം ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് ടേമിനെ മാത്രം, അതായത് എനിക്കിപ്പോൾ ഞാൻ എൻ്റെ എഴുതിയ ഫസ്റ്റ് ടേമിനെ മാത്രം DAF ഡിവൈഡ് ബൈ A. ഇതിന് എനിക്ക് DAF ഡിവൈഡ് ബൈ A എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോറി, DAF ബൈ A അല്ലല്ലോ, DA അല്ലേ, ഒരു മിനിറ്റ്. സോറി, DAF ഡിവൈഡ് ബൈ DA ആണ് ഞാൻ എഴുതിയപ്പോൾ അപ്പുറത്ത് മാറിപ്പോയതാ. DA എനിക്ക് എങ്ങനെ എഴുതാം? ഈ AF അവിടെ കിടക്കട്ടെ. ഞാനിതിനെ D ബൈ DA ഓഫ് AF എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനൊരു DAF എന്നുള്ളതിനെ മൾട്ടിപ്ലൈ സെപ്പറേറ്റർ ബ്രാക്കറ്റിലോട്ട് എഴുതിയെന്നുള്ളൂ, വേറെ ഒന്നും മാറ്റം വരുത്തിയില്ല. D ബൈ DA ഓഫ് AF എന്ന് എഴുതുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അങ്ങനെ എഴുതിയാൽ ഇതിന്റെ മീനിങ് എന്തുവാ? ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്തിനെ? AF വിത്ത് റെസ്പെക്ട് ടു A ആണല്ലോ ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് AFന്റെ ഇക്വേഷൻ എനിക്കറിയാലോ, നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച ഒരു ഫീഡ്ബാക്ക് എൻ്റെ നെറ്റ്വർക്കിന്റെ ഇക്വേഷൻ എന്തുവാ? AF ഈസ് ഈക്വൽ ടു A ഡിവൈഡ് ബൈ 1 പ്ലസ് A ബീറ്റ. ഞാൻ കണ്ടുപിടിച്ച് വെച്ചതാ, അതിനെ നേരത്തെ ഡിറൈവ് ചെയ്തതാ. ഇതിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് കൊടുക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? D ബൈ DA ഓഫ് എന്തുവാണ്? A ഡിവൈഡ് ബൈ
1 പ്ലസ് എ ബീറ്റ. ഇങ്ങനെ വരുമോ? വരുമോ? വരും സർ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഇത് എങ്ങനെയാ വന്നതെന്നോ ഉള്ളെന്നുണ്ടെങ്കിൽ പറയണം. അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ആ ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതിലെ ഒരു ടേമിനെ മാത്രം എടുത്തുള്ളൂ. ഞാൻ ഒറ്റ ടേമിനെ എടുത്തു. അതിനെ ഞാൻ ഡി ബൈ ഡി എ ഓഫ് എ എഫ് എന്ന് എഴുതി. എ എഫ് ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റത്തിന്റെ ഗെയിൻ ഞാൻ ഓൾറെഡി ഇക്വേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ആ ഇക്വേഷനെ ഞാൻ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ല, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഒരു റേഷ്യോ സാധനത്തിന്റെ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ന്യൂമിനേറ്റർ ഉള്ള ഒരു ഫ്രാക്ഷണൽ സാധനത്തിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ എന്താ സൊല്യൂഷൻ രീതി എങ്ങനെയാ? എനിക്കൊരു ന്യൂമിനേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എങ്ങനെയാ അതിന്റെ സൊല്യൂഷൻ? ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് ചെയ്യുന്നത് എങ്ങനെയാ? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ആർക്കെങ്കിലും അറിയാവോ? ഡിഫറൻഷിയേഷൻ നിങ്ങൾ പഠിച്ച കണക്കിൽ ഡിഫറൻഷിയേഷൻ പഠിച്ചതാ. ന്യൂമിനേറ്റർ ഡിനോമിനേറ്ററിന്റെ ഒരു ഫ്രാക്ഷൻ സാധനത്തിന് എങ്ങനെ ഡെറിവേറ്റീവ് ആണെന്നേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? കേട്ടിട്ടുണ്ടോ? ഉണ്ട് സർ. എന്തുവാ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ എന്തുവാ? സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ. സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഡെറൈവ് ചെയ്തിങ്ങനെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഹോൾ സ്ക്വയർ. ആണോ? ആണേ? സംശയമില്ലേ? അത് ഞാൻ ഇവിടെ ഒന്ന് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ സാധനം ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇവിടെ മാറ്റി എഴുതുന്ന നല്ല സ്ഥലം കിട്ടത്തുള്ളൂ. എങ്ങനെ ഇരിക്കും? ഡിനോമിനേറ്റർ ഇൻറ്റു എന്തുവാ? 1 പ്ലസ് എ ബീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഡി ബൈ ഡി എ ഓഫ് എ എന്തുവാ? ഡി ബൈ ഡി എ ഓഫ് എ എന്തുവാ? 1 അല്ലേ? ആണോ? ഡി ബൈ ഡി എ ഓഫ് എ എന്തുവാടേ? 1 ആണോ? എ വിത്ത് റെസ്പെക്ട് ഡി ചെയ്യുവാണ്. എനിക്ക് 1 അല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ കിട്ടാൻ? ഉണ്ടോ? ഹലോ? ഇല്ല സർ. ഇല്ല. അപ്പം ഓക്കെ. അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്തുവാ? എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. 1ന്റെ ഡെറിവേറ്റീവ് എന്തുവാ? കോൺസ്റ്റന്റിനെ ഡെറൈവ് ചെയ്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് എന്ത് പറ്റും? 0. 0 കിട്ടും. പിന്നെ പ്ലസ് അവിടെ കിടക്കട്ടെ. എ ബീറ്റ ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടും വിത്ത് റെസ്പെക്ട് ടു ഡി എ? എ അങ്ങ് 1 ആയി പോയി. പിന്നെ എന്താ ഉണ്ട്? ബീറ്റ. ബീറ്റ മാത്രമല്ലേ ഉള്ളൂ നമുക്ക്. അപ്പം എന്താ കിട്ടി? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബീറ്റ ഡിവൈഡഡ് ബൈ എന്തുവാ? ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ ദ ഹോൾ സ്ക്വയർ. 1 പ്ലസ് എ ബീറ്റ ദി ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിന്റെ ഹോൾ സ്ക്വയർ. ശരിയാണേ? ഇത് നിങ്ങൾ നോക്കിയേ. ഇതിനെ മേളത്തെ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാറ്റം വല്ലതും വരുമോ? ഒന്നും വരാൻ കുഴപ്പമില്ല. മൈനസ് എ ഇൻറ്റു ബീറ്റ എന്താ കിട്ടും? മൈനസ് എ ബീറ്റ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1 പ്ലസ് എ ബീറ്റ മൈനസ് എ ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണോ കിട്ടുന്നേ? ആണോ? ഇങ്ങനെയാണോ കിട്ടുന്നേ? ആണ് സർ. അങ്ങനെയാണെങ്കിൽ പ്ലസ് എ ബീറ്റയും മൈനസ് എ ബീറ്റയും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. പിന്നെ എനിക്ക് ബാക്കി എന്തോ ഉണ്ട്? 1 ബൈ 1 പ്ലസ് എ ബീറ്റ ദി ഹോൾ സ്ക്വയർ. ശരിയാണോ? ശരിയാണോ? ആണോ? ആണ് സർ. ആ 1 ബൈ 1 പ്ലസ് എ ബീറ്റ ദി ഹോൾ സ്ക്വയർ. ഇനി ഇതാണ് എൻ്റെ എന്തുവാണ് നമ്മൾ നേരത്തെ ചെയ്തതിനകത്തെ ഡി എ എഫ് ഡിവൈഡ് ബൈ ഡി എ ആണ് എനിക്ക് കിട്ടിയത്. ഡി എ എഫ് ഡിവൈഡ് ബൈ ഡി എ ആണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ സെൻസിറ്റിവിറ്റിയുടെ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്ത് വരുന്നു? ഡി എ എഫ് ഡിവൈഡ് ബൈ ഡി എ ഇൻറ്റു എ ഡിവൈഡ് ബൈ എ എഫ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി എന്തുവാ? ഈ കിട്ടിയ സാധനം ഇൻറ്റു ഈ കിട്ടുന്ന പറയുമ്പോൾ 1 പ്ലസ് എ ബീറ്റ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ ഏതാ കണ്ടിച്ച എ ഡിവൈഡ് ബൈ എ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയാണോ? എ ഡിവൈഡ് ബൈ എ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു മിനിറ്റ്. എ ഡിവൈഡ് ബൈ എ എഫ് ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കട്ടെ. ശരിയാണോ? ആണോ? ആണോ? ആണ് സർ. ആണ്. എ എഫിന്റെ ഇക്വേഷൻ എന്തുവാ? എ എഫിന്റെ ഇക്വേഷൻ എന്തുവാ?
എഫിന്റെ ഇക്വേഷൻ എന്തുവാ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മുമ്പേ പറഞ്ഞത് 2 വട്ടം പറഞ്ഞതാ. എഫ് ഇസിക്കൽ ടു എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. ആണോ? 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 നമ്മൾ ഫീഡ്ബാക്ക് ഉള്ള ഗെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാ. ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ഗെയിൻ ഇക്വേഷൻ എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളത് അതറിയാലോ, ഡൗട്ടൊന്നുമില്ലേ? അത് മറന്നു പോലെ അത് ഓർമ്മയുണ്ടല്ലോ ഇത്. ഉണ്ട് സർ. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എഫിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഈ ഫസ്റ്റ് ടൈം അവിടെ തന്നെ അതുപോലെ തന്നെ കിടക്കട്ടെ. 1 ബൈ 1 പ്ലസ് എ ബീറ്റ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡ് ബൈ എഫിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. റേഷ്യോ അല്ലേ, ഒന്ന് മേളിൽ കൊണ്ടുപോയി. മേളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതെവിടെ വരും? ഏറ്റവും മേളിൽ വരും. ക്രോസ് മൾട്ടിപ്ലൈ വേണമെങ്കിൽ റെസിപ്രോക്കൽ ടു മൾട്ടിപ്ലൈ ആവുന്നത് എങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടും? 1 ബൈ 1 പ്ലസ് എ ബീറ്റ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ 1 പ്ലസ് എ ബീറ്റ എന്നുള്ള സാധനം ഇവിടെ പോവും, മേളിൽ പോവും. എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഡിവൈഡ് ബൈ ഈ എ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. ശരിയാണോ? സോറി, 1 ബൈ 1 പ്ലസ് എ ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻറ്റു ഇതിനെ ഈ 1 പ്ലസ് എ ബീറ്റയെ മേളിൽ കൊണ്ടുപോയി അപ്പം എന്ത് കിട്ടി? എ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റയായി. ഈ താഴത്തെ എ അവിടെ തന്നെ കിടക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ എയും ക്യാൻസലായി പോവും. 1 പ്ലസ് എ ബീറ്റയും ഈ സ്ക്വയറും ക്യാൻസലായി പോവും. പിന്നെ ബാക്കി എന്തോ ഉണ്ട്? 1 ബൈ 1 പ്ലസ് എ ബീറ്റ മാത്രമല്ലേ ഉള്ളൂ? അത് മാത്രമല്ലേ ബാക്കിയുള്ളൂ? ആണോ? ശരിയാണോ? ആണ് സർ. ഇതെന്തുവാ ഇത്? ഇതെന്തിന്റെ ഇക്വേഷനാ? സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷനാ. സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എ ബീറ്റ. 1 ബൈ 1 പ്ലസ് എ ബീറ്റ. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇത് കണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തോ തോന്നുന്നു? ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് എ ബീറ്റയുടെ വാല്യൂ കൂടും. എ ബീറ്റയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ 1 പ്ലസ് എ ബീറ്റയുടെ വാല്യൂ കൂടും. ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടിയാൽ സെൻസിറ്റിവിറ്റി എന്തോ ചെയ്യും? ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടിയാൽ സെൻസിറ്റിവിറ്റി എന്തോ ചെയ്യും? കുറയും. എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിൽ സെൻസിറ്റിവിറ്റി എന്തോ ചെയ്യും? ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിൽ സെൻസിറ്റിവിറ്റി എന്തോ ചെയ്യും? കുറയും. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗെയിനകത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ. ഗെയിനകത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ച് കുറയും എന്ന് പറഞ്ഞാൽ ഗെയിൻ അധികം ചേഞ്ച് ആവത്തില്ല എന്ന് പറഞ്ഞാൽ ഗെയിൻ എന്തുവാന്ന് അർത്ഥം? അതിൽ ചേഞ്ച് അധികം ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഗെയിൻ സ്റ്റേബിൾ ആണ്. ശരിയാണോ? ശരിയല്ലേ? ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ട് സെൻസിറ്റിവിറ്റി കുറയുന്നു. സെൻസിറ്റിവിറ്റി കുറയുന്നു എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗെയിന് കുറയുന്നു. അതായത് ഗെയിന്റെ ചേഞ്ച് കുറയുന്നു, വിച്ച് മീൻസ് ഗെയിൻ എന്തുവാണ്? സ്റ്റേബിൾ ആണ്. ശരിയാണോ? ഗെയിൻ സ്റ്റേബിൾ ആണെന്നാണോ? അതെ സർ. അതെ, അതാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ കൂടെ ഒറ്റ ടേം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഇതിന്റെ അർത്ഥം. സെൻസിറ്റിവിറ്റിയുടെ സെൻസിറ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെ നമ്മൾ വേറൊരു പേര് വിളിക്കും ഡീസെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെ നമ്മളൊരു പേര് വിളിക്കും ഡീസെൻസിറ്റിവിറ്റി. എന്ന് പറഞ്ഞാൽ 1 ബൈ 1 പ്ലസ് എ ബീറ്റയുടെ റെസിപ്രോക്കൽ അതെന്തുവാ? 1 പ്ലസ് എ ബീറ്റ. സെൻസിറ്റിവിറ്റിയുടെ ഇൻവേഴ്സിനെ അല്ലെങ്കിൽ റെസിപ്രോക്കൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസെൻസിറ്റിവിറ്റി. അതിന്റെ ഇക്വേഷൻ ആണ് 1 പ്ലസ് എ ബീറ്റ. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എഫക്ട് ഓഫ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഓൺ സെൻസിറ്റിവിറ്റി എന്ന് ചോദിച്ചില്ലെങ്കിലും എക്സ്പ്ലെയിൻ ഡീസെൻസിറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ എന്തുവാ? സെൻസിറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന്റെ എന്തെടുത്താൽ മതി? ഇൻവേഴ്സ് എടുത്താൽ മതി. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ആണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഈ നമ്മുടെ ഒരു ഫീഡ്ബാക്കിൻ്റെ അത് വരെ നമ്മൾ സെൻസിറ്റിവിറ്റിയുടെ കേസിൽ എങ്ങനെയാണ് നമുക്കൊരു സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എങ്ങനെ, ആവാത്തത് എങ്ങനെ, നമുക്കതിനകത്ത് എന്തുവാണ് ചേഞ്ച് വരുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെൻസിറ്റിവിറ്റിയുടെ കേസിൽ നമുക്കിതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഉള്ളതെന്നുണ്ടായത് അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അതുകൂടെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ സാച്ചുറേറ്റ് ആയി പോവും.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സെയിം സാധനം എഫക്റ്റ് ഓഫ് ഈ സാധനം തന്നെ നമുക്കൊരു നമ്മുടെ ബാൻഡ് വിഡ്ത്തിൻ്റെ കേസിൽ നമ്മൾ ഗെയിൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. പ്ലസ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇത് പഠിക്കാം, എന്താണ് പറയുന്നത്, നമ്മുടെ ഡിസ്റ്റോഷനും ഒക്കെ ഉണ്ടാവുന്ന ഏതിനകത്താണ് കുറയുന്നത് പഠിക്കാം. അതുകൂടെ ആകുമ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പണി തീരും. ഓസിലേറ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് പോർഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഉണ്ടോ? സർ. പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും കാരണം ഗെയിനിൽ എന്ത് മാറ്റം വരുന്നു, ഗെയിൻ എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടറിൽ മാത്രം അഫക്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഗെയിൻ സ്റ്റേബിൾ ആവുന്നത്, പിന്നെ ഗെയിനകത്ത് നമ്മുടെ സെൻസിറ്റിവിറ്റി ഇഷ്യൂ എങ്ങനെയാണ്, ഡീസെൻസിറ്റിവിറ്റി എന്താണ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അയോ? ആയി സർ. ശരി, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇന്ന് നമുക്ക്